ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ ദളിത് പെൺകുട്ടിയെ CPM പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം ഇന്ന് രാവിലെ 11:30ഓടെയാണ് തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ നിലാവ് എന്ന യുവതിയെ പ്രദേശത്തെ CPM പ്രവർത്തകനായ ഷൈജുവും സഹോദരനും ചേർന്ന് നടു റോഡിലിട്ട് മർദ്ദിച്ചത്. സഹോദരങ്ങളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു കൊടിയ മർദ്ദനം. നിഷ ദിലീപ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. നിഷ, 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ CPM പ്രവർത്തകരായ 2 സഹോദരങ്ങൾക്കെതിരെ നടപടി പോലും എടുക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ അടക്കമുള്ളവരെയാണ് വലിയ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസ് പോലും ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസ് പോലും എടുത്തത്. അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഈ പോലീസ് കേസ് എടുക്കാൻ പോലും തയ്യാറായത്. കാരണം ഇന്നലെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ നടു റോഡിൽ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണം നടന്ന് അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞാണ് ഇത്തരത്തിൽ പോലീസ് കേസ് എടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ നിലാവ് എന്ന് പറയുന്ന പെൺകുട്ടി സഹോദരങ്ങളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ പ്രദേശത്തെ CPM പ്രവർത്തകൻ നുമായി തർക്കമുണ്ടാവുകയും ഒപ്പം തന്നെ അതിനുശേഷം ഈ പെൺകുട്ടി ഇത്തരത്തിൽ മർദ്ദനത്തിനിരയായതും. എന്തായാലും ഒരു പെൺകുട്ടി എന്ത് കാര്യം കൊണ്ടായാലും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ മർദ്ദനത്തിനിരയായിട്ട് പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. എന്തായാലും BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്തുണ്ടായത്. ഇന്ന് രാവിലെ BJPയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഉപരോധ സമരം അടക്കം നടത്തിയിരുന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കം നടത്തിയത്. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുവല്ലോ. കാരണം പട്ടാപ്പകൽ നടു റോഡിൽ ഒരു പെൺകുട്ടി മർദ്ദനത്തിനിരയായി. മർദ്ദിച്ചതാകട്ടെ പ്രദേശത്തെ CPM പ്രവർത്തകനും അദ്ദേഹത്തിന്റെ സഹോദരനുമാണ്. പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് നൽകിയിട്ടും കേസ് പോലും വളരെ വൈകിയെടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോലീസ് പോവുകയാണ്? ഒന്ന്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സംവിധാനം തന്നെ പാടെ കുത്തഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ പോലീസ് അധികാരികളുടെ ധാരണ എന്ന് പറയുന്നത് എന്തായാലും പിണറായി വിജയനും അവരുടെ തന്നെ ബോസാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോൾ പിണറായി വിജയനും മക്കളും നടത്തുന്ന അഴിമതിയെയും കൊള്ളയെയും മൂടിവെക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പെടാപാട് പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള യാത്രകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലീസ് സംവിധാനത്തെ കുറിച്ച് നിയന്ത്രിക്കാനോ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാനോ ഉള്ള സമയം പോലും ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ധാരാളം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ള പോലീസ് അധികാരികൾ ഈ പോലീസ് സേനയ്ക്കകത്തുണ്ട്. പക്ഷെ അവർക്ക് ഗതികേടെന്ന് പറയട്ടെ, അവർക്ക് ഉന്നതമായിട്ടുള്ള ചുമതലകളിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുമ്പോൾ അവർ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരള പോലീസിനകത്തുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കാരണം അവരെന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. പാവപ്പെട്ടവനൊരു വിഷയം വരുന്ന സമയത്ത് ആ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മുന്നിൽ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകന്മാർ അവരുടെ അനുഭാവികൾ എത്തിപ്പെടുന്നു എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം നോക്കി കാണുകയാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ കാരണം ആരുമില്ലാതെ അനാഥമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർ നിൽക്കും എന്നുള്ള ഒരു ധാരണ അത് ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. പോലീസ് അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ആരെ? ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ. അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യയ്ക്കും അവരുടെ മകൾക്കും അവരുടെ അമ്മയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പോലീസ് അധികാരികളുടെ കുടുംബത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക്, പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് നീതി വേണമെന്നുള്ളതാണ്. അതിന് അവർക്ക് സൗകര്യമില്ലെങ്കിൽ അവർ ആ പണിയിൽ നിൽക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അടിയന്തരമായിട്ട് കൂടിയാലോചന നടത്തിക്കൊണ്ട് സമയമുള്ള, പ്രാപ്തിയുള്ള, സാധാരണക്കാരനെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ആഭ്യന്തര വകുപ്പ് സംവിധാനത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ കൈകളിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് വാങ്ങിക്കൊടുക്കണം.
ഇത് ഒഴിയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ. അപ്പോൾ ഓരോ ദിവസവും ചെല്ലും തോറും വേദനാജനകമായിട്ടുള്ള വാർത്തകൾ കേരളത്തിൽ നിന്നുണ്ടാകുമ്പോൾ ഈ സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള കെൽപ്പില്ലാത്തയാളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ ഈ ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നിടത്തോളം കാലം ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ പോലീസ് കൃത്യനിർവഹണത്തിൽ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ നടത്തുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആ സൂചനാ സമരം ഇന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ പെൺകുട്ടിയെ കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു. അവൾ യഥാർത്ഥത്തിൽ ആ വീടിന്റെ തന്നെ ഒരു വിളക്കായിട്ടുള്ള കുട്ടിയാണ്. അവളുടെ അമ്മ ഒരു ഹോം നഴ്സിംഗ് ജോലി നടത്തിക്കൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ അവൾക്ക് വിദ്യാഭ്യാസം നേടാനും അവൾക്ക് ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള പ്രാപ്തി ഈ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആ കുടുംബം അതിശക്തമായിട്ട് നിലനിന്നത് കൊണ്ടാണ്, ആ അമ്മയുടെ കരുതലിൽ നിന്നതുകൊണ്ടാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ പാർട്ടി കോടതിയല്ല കേരളത്തിൽ നിലനിൽക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ടവനും അതുപോലെ തന്നെ പണക്കാരനും എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി അത് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ബാധ്യതപ്പെട്ടവരാണ് പോലീസ് അധികാരികൾ. അവരുടെ ഭാഗത്ത് ആ വിട്ടുവീഴ്ച ഉണ്ടായാൽ ഞങ്ങൾക്ക് സമരത്തെ കടുപ്പിക്കാനും ഈ പ്രക്ഷോഭത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും. 3 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഏതാണ്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമുണ്ട്. അങ്ങനെയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് ചോദിക്കാനും പറയാനും സാധാരണക്കാർക്ക് ആരുമില്ല എന്നുള്ള ആ ധാർഷ്ട്യം അത് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോലീസ് അധികാരികൾ കൂടി പണിയെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെയും ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രക്ഷോഭം? അല്ല, ആ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. ആ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള സംരക്ഷണം. ആ കുടുംബം യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വലിയ വേദനയുണ്ട്. ആ കുടുംബത്തിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഇവിടെ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ തന്നെയാണ് ഒരു സ്കൂളിൽ, അതായത് ഈ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് ഒരു സ്കൂളില് 600-ഓളം കുട്ടികൾ റാലി നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടാണ്. മയക്കുമരുന്ന് മാഫിയ ഒരു സ്കൂളിലെ ഉപകരണങ്ങൾ തല്ലിപ്പൊളിക്കുന്നു, സ്കൂളിനെ തകർക്കുന്നു. എന്നിട്ട് പോലും ഇവിടുത്തെ പോലീസ് അധികാരികൾ ആ കുട്ടികളുടെ സമരത്തിന് ശേഷം പോലും നടപടിയുണ്ടായില്ല, കള്ളന്മാരെ പിടിച്ചില്ല. അപ്പൊ ക്രിമിനലുകളെയും അതുപോലെ തന്നെ കള്ളന്മാരെയും അക്രമകാരികളെയും പിടിക്കാൻ സാധിക്കാത്ത ആളുകളായിട്ട് ഇവിടെ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് അധികാരികൾ വിഹരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. രജനി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ദളിത് പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഈ ദൃശ്യങ്ങൾ പോലീസിനെ കാണിച്ചിട്ട് പോലും പോലീസ് കേസ് എടുക്കാൻ തയ്യാറായില്ല എന്നായിരുന്നു ആദ്യം മുതൽ തന്നെ ഉന്നയിച്ച ആരോപണം. പിന്നീട് ഈ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് കേസ് എടുക്കാൻ പോലും തയ്യാറായത്. എന്തായാലും പ്രദേശത്തെ CPM പ്രവർത്തകനായ ഷൈജുവിനും അദ്ദേഹത്തിന്റെ സഹോദരനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പിന്നീട് പൂച്ചാക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം തന്നെ സംഘം ചേർന്ന് ആക്രമിക്കൽ, ദളിത് പീഡനം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ നിലാവ് എന്ന് പറയുന്ന 19 വയസ്സുള്ള പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റ് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടിയുടെ സഹോദരങ്ങളുമായി ഉണ്ടായ ചെറിയ തർക്കം, ഇവർ അയൽവാസികളാണ്, അവരുമായി ഉണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് കൊടിയ മർദ്ദനമേൽക്കാൻ കാരണം. എന്ത് തന്നെ ആയാലും, എന്തിന്റെ പേരിലായാലും ഒരു ദളിത് പെൺകുട്ടിയാണ് ഇന്നലെ 3 മണിയോടുകൂടി വലിയ ഒരു മർദ്ദനത്തിന്, CPM നേതാവിന്റെ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. പോലീസ് കേസെടുക്കാതെ CPM നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാട് ആദ്യം സ്വീകരിച്ചു. പിന്നീട് ഗത്യന്തരമില്ലാതെയാണ് പോലീസ് കേസെടുത്ത് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രദേശത്തെ CPM നേതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. രജനി, ഇത് ചേർത്തലയിലെ നിലാവിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഇത് തന്നെയാണ്. എന്തു പരാതിയുമായിട്ട് സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും അതിനെ നേരിടാനോ അല്ലെങ്കിൽ ആ ഒരു പരാതി വാങ്ങിച്ചു വയ്ക്കാനോ പോലും പോലീസ് തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് CPM പ്രവർത്തകരാണെങ്കിൽ അവർക്ക് കുടപിടിച്ച് കൊടുക്കുന്ന രീതി തന്നെയാണ് പോലീസ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഈ നിലാവിനെ സംരക്ഷിക്കുമെന്നും ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും അവർക്ക് തുണയായി നിൽക്കുമെന്നും BJP പറയുന്നുണ്ട്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ നിലാവിൻ്റെ വീട് സന്ദർശിക്കുകയും ഒപ്പം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു പറയുന്നു. ഒപ്പം പോലീസ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നേറാൻ തന്നെയാണ് BJPയുടെ നീക്കം. വിശദമായ റിപ്പോർട്ടാണ് നിഷ ദിലീപ് നൽകിക്കൊണ്ടിരുന്നത്.